ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. സൂപ്പർ ടേസ്റ്റാണ്. ഈദിന് മാത്രമല്ല, നിങ്ങളെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും നിങ്ങൾക്കൊക്കെ പുഡിങ്ങൊക്കെ തിന്നാനൊക്കെ പുതിയ ഉണ്ടാവില്ല, അന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് കാഷ്യൂനട്ടും 1/2 കപ്പ് ബദാമും ഞാനൊന്ന് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് ചട്ടകത്തോടെ ഒന്ന് ഇളക്കി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പീസ് ബട്ടർ ഇതിലിട്ട് കൊടുക്കാം. ഒരു പീസ് ബട്ടർ ഇട്ടതിന് ശേഷം ഈ പഞ്ചസാരയായിട്ട് നല്ലോണം ഒന്ന് ബട്ടർ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാരമലൈസ് ചെയ്ത ഷുഗറുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇത് നമുക്ക് സിലിക്കോൺ ഷീറ്റിലോ അല്ലെങ്കിൽ ഓയിൽ തേച്ച ഏതെങ്കിലും പ്ലേറ്റിലോ ഫ്രൈ പാനിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. കാരണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് പുഡിങ്ങിലിടാനുള്ളതാണ്. ഇനി ഫ്രൈ പാനിൽ അടുപ്പിൽ വെച്ചിട്ട് ഒരു കപ്പിന് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറവ് എന്ന നിലയിൽ എടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അപ്പം നല്ലോണം ഉരുകി വന്നതിന് ശേഷം ഒരു 2 പീസ് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഈ പഞ്ചസാരൻ്റെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുമായിട്ട് നല്ലോണം നമുക്കൊന്ന് ഇത് മിക്സാക്കി എടുക്കണം. ബട്ടർ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കണം. പതുക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഈ കാരമലൈസ് ചെയ്ത ഷുഗറുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ആദ്യം ഒരു ടൈറ്റ് പോലൊക്കെ ഉണ്ടാവും, പിന്നെ ശരിക്കൊന്നും മിക്സ് ആവില്ല. ചെറിയ തീയിൽ വിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ ആ വിപ്പിംഗ് ക്രീമുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് മാറ്റി വെക്കണം. അര കപ്പ് എടുത്തിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയിൽ ഒരു 3/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തീയിലൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചായൻ്റെ ഒക്കെ കളർ പോലെ ഉണ്ട്. അപ്പോൾ ഇത് തിളക്കേണ്ട ആവശ്യമില്ല. ഇതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നേരത്തെ വെച്ച നട്ട്സ് ഒരു കവറിൽ, ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലത്തെ എന്തിനെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ റോളർ കൊണ്ടോ എന്തിനോടെങ്കിലും ഇതൊന്ന് പൊടിച്ചാൽ മതി. ഭയങ്കര ഫൈന് പൗഡർ വേണ്ട, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിലായിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം 3 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ക്രീം ബീറ്റ് ചെയ്യില്ല, അതേപോലെ നല്ലോണം ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് ഇതിൽ ചേർത്ത് കൊടുക്കണം.
അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സാക്കി എടുക്കാം. സ്പൂണോടോ ചട്ടകത്തോടോ എന്തിനോടെങ്കിലും പതുക്കെ ഒന്ന് ഇതൊന്ന് ആ ക്രീമുമായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതാ ഇവിടെ ഞാൻ 8 ബ്രെഡാണ് എടുത്തത്. സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഏകദേശം ഒരു സ്ക്വയർ പാത്രമാണ്. നിങ്ങൾക്ക് ഏതാൻ വേണ്ടിയത് എടുക്കാം. ഇതിലൊരു 4 ബ്രെഡ് കണക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ കാരമലൈസ് ചെയ്ത ഷുഗറും പാലും ആയിട്ടുള്ള മിക്സ് ഇല്ലേ, അതിൽ ബ്രെഡ് നല്ലോണം ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഈ പുഡിങ് ട്രേയിൽ വെക്കാം. എനിക്കിത് ഇവിടെ 4 ബ്രെഡാണ് ഇതിൽ വെക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണ് വെക്കേണ്ടത് നിങ്ങളെ പാത്രത്തിൻ്റെ കണക്കായിട്ട് വെച്ചാൽ മതി. നല്ലോണം ഒന്ന് മുക്കണം കേട്ടോ. നല്ലോണം 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മുക്കണം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് ഇല്ലേ, അത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിതറി കൊടുക്കാം. അങ്ങനെ നട്ട്സ് വിതറിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഹാഫ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് സ്പൂണോടൊന്ന് നിരപ്പാക്കി കൊടുക്കണം. വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ആ കൂട്ടിൽ നല്ലോണം ഒന്ന് മുക്കിയിട്ട് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പൊടിച്ച നട്ട്സ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് നട്ട്സ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എല്ലായിടത്തും വെച്ചിട്ട് ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇനി ബാക്കി വന്ന നട്ട്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തോ. ഞാനിവിടെ സൈഡിലൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ നടുവിലും കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ നല്ലോണം ഒന്ന് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട സൈസിൽ തന്നെ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലുള്ള ബ്രെഡിനോട് കൂടിയിട്ട് വേണം എടുക്കാൻ. എന്നാലേ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.